MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിങ്ങളുടെ മൊബൈലിൽ മെമ്മറി കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ മെമ്മറി കുറഞ്ഞ രീതിയിലുള്ള മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മെമ്മറി കൂട്ടുവാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ്. അത് കുറച്ചൊന്നുമല്ല, നിങ്ങൾക്ക് 100 GB വരെ നിങ്ങളുടെ മെമ്മറി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഡീഗു എന്നാണ് ഈ ആപ്ലിക്കേഷൻ നെയിം. പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളിത് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. 16 MB മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത്. 10 മില്യൺ പ്ലസ് ഡൗൺലോഡിങ്ങും ഈ ആപ്ലിക്കേഷനുണ്ട്. അതേപോലെ തന്നെ 4.5 റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങളൊരു ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ വേണ്ടത് അത് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിളിൽ നിന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വരുന്ന എല്ലാ പെർമിഷനുകളും നിങ്ങൾ അലോ ചെയ്ത് നൽകുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഗാലറിയിൽ ഉള്ള വീഡിയോസോ ഫോട്ടോസോ അതായത് ഡോക്യുമെൻറ്റോ എന്തുമാവട്ടെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലായി കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം മൈ അപ്ലോഡ്സ് എന്ന ഒരു ഓപ്ഷൻ. 4-മതായി വരുന്ന ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് അങ്ങനെ പല ഓപ്ഷൻസും കാണാം. നിങ്ങൾക്ക് ഏതൊക്കെ ഫയലുകളാണോ നിങ്ങൾക്ക് ഈ ക്ലൗഡ് ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഫോട്ടോസ് മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം സെലക്ട് ഫയൽ ഫോൾഡർ ടു അപ്ലോഡ് എന്ന്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മെമ്മറിയിൽ ഏത് ഫോൾഡറിലാണ് ഫോട്ടോസുകളുള്ളത് എങ്കിൽ ആ ഫോൾഡർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങൾ എത്ര ഫോട്ടോസാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മുകളിലായി കാണാം, അതുമല്ല നിങ്ങൾക്ക് മുകളിലായി കാണാം സെലക്ട് ഓൾ എന്ന്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം തന്നെ സെലക്ട് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ഫോട്ടോസാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ തന്നെ ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ കളഞ്ഞു പോയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ ഫോട്ടോസും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും വേറൊരു മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് എടുക്കുവാനും സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ താഴെയായിട്ട് ക്ലിക്ക് ചെയ്യുകയാണ് മൈ ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ. സെൻറ്ററിലുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വന്ന ആ ഇൻ്റർഫേസ് തന്നെയാണ് വീണ്ടും വരിക. ഇപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഫോട്ടോസാണ്. ഞാൻ ഈ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാം ഞാൻ സെലക്ട് ചെയ്ത് അപ്ലോഡായ ഫോട്ടോസുകളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ വേറെ ഒരു പ്രോബ്ലംസ് കൂടെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് ആണ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയി ഓൺലി ഓൺ വൈഫൈ എന്ന ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ആവുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വൈഫൈ മാത്രം യൂസ് ചെയ്താണ് നിങ്ങൾക്ക് അപ്ലോഡ് ആവേണ്ടത് എങ്കിൽ നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ 16 GB ഒക്കെയുള്ള മൊബൈലുകളാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വളരെയധികം മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം 100 GB ആണ് ഇതിൽ സ്പേസ് ഉള്ളത്. മുകളിലായി കാണുന്നുണ്ട്. അതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 4.18 KB മാത്രമാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലെ സ്പേസ് വളരെയധികം കുറയ്ക്കുവാൻ വേണ്ടി സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.